നമസ്കാരം കൂട്ടുകാരെ, ആദ്യസ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഞങ്ങളിതാ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഈച്ചാൻ ജോലി കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈച്ചാണ്ട് പറഞ്ഞു നമുക്കൊന്ന് പുറത്തെന്ന് പറഞ്ഞാൽ വേറെ അടുത്തൊന്നുമല്ല, ഞങ്ങളുടെ ഈ ഗ്രാമത്തിലൂടെ ഒന്ന് ബൈക്ക് വെറുതെ ഒന്ന് വണ്ടി ഓടിച്ചില്ല. കാരണം ഈ റോഡ് തിരക്കില്ലാത്തൊരു റോഡാണ്. അതുവഴി പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ കുട്ടൂസിന് സന്തോഷം, എനിക്ക് സന്തോഷം, ഇച്ചാനും സന്തോഷം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഈ കാണുന്നത് ഇച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. അഖിലെന്നാണ് ആ ചെക്കൻ്റെ പേര്. അവിടെ എത്തിയപ്പോഴത്തേക്കും കുട്ടൂസിന് ആദിക്ക് അവിടെ ഇറങ്ങണം എന്നായിരുന്നു വാശിയായിരുന്നു. കാരണം അവൻ എപ്പോഴും അവൻ്റെ അച്ഛൻ്റെ കൂടെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ വരാറുള്ളതാണ്, കളിക്കാറുള്ളതാണ്. അവിടെയുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ എല്ലാവരും കണ്ട് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയാണ് കേട്ടോ. അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നില്ല, അത്രയ്ക്ക് സ്നേഹമൊക്കെ ആയിരുന്നു. കുറേ നേരം അപ്പൂക്കെ ആയിട്ട് കളിച്ച് അച്ഛനും അച്ഛമ്മയും മുത്തശ്ശിയൊക്കെ ആയിട്ട് കളിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് അഖിലിൻ്റെ അമ്മ ആൻറ്റി പോയി ഞങ്ങൾക്ക് ചായ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചായ ഒന്നും വേണ്ട, ഞങ്ങൾ കുടിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ ചായ കൊണ്ടുവന്ന് അങ്ങനെ ആ ചൂട് ചായ, നല്ല മധുരമുള്ള ചായയൊക്കെ കുടിച്ച് എനിക്ക് തന്നു. ഇച്ചായൻ തന്നു, കുട്ടൂസ് തന്നു. കുട്ടൂസ് കുടിക്കാത്തതുകൊണ്ട് കുട്ടൂസിനെ കൊണ്ട് കുടിപ്പിക്കണം ആശത്തി. കുടിച്ച് കഴിഞ്ഞ് കുട്ടൂസ് പിന്നെ അപ്പൂസ് അഖിലുമായിട്ട് കളിയായി. പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വെച്ച് പിടിച്ച് ഞങ്ങൾ നേരെ മേളിലോട്ടാണ് കേട്ടോ. മേലെയാണ് ഞങ്ങളുടെ വീട്. അപ്പം മേളിലോട്ട് വെച്ച് പിടിച്ചു. ഈ കാണുന്ന റോഡൊക്കെ ആന വരുന്ന ഏരിയയാണ് ഈ ഭാഗങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ആന വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പറയുന്നുണ്ടായിരുന്നു വെച്ചാൽ ആന വല്ലതും വരുമോ, വണ്ടി നിർത്തേണ്ടി വരുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കാടിനടുത്തുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ ആനയും കുരങ്ങനും മയിലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വളരെ നിശബ്ദതയായിരുന്നു കേട്ടോ. ഒരു ഒച്ചപ്പാടൊന്നുമില്ലായിരുന്നു. ഇതാ ഈ റോഡ് കഴിഞ്ഞാൽ കാണുന്ന വീട്, ഇപ്പോൾ കാണുന്ന വീട് ഇത് ഞങ്ങളുടെ വീടാണ് കേട്ടോ. ഈ കാണുന്ന വീട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച് മേളിലോട്ടാണ്. ഈ റോഡ് അവസാനിക്കുന്നവരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ അങ്ങനെ പോവുകയാണ്. ഈ മതിൽക്കെട്ടിനകത്ത് ഒരു റിസോർട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ പേര് ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഇരുട്ടായത് കൊണ്ട് വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് ഫ്രണ്ട് ഗേറ്റ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേളിലോട്ട് വിട്ടു. നിറയെ വീടുകളൊന്നുമില്ല, ഒരു 4-5 വീടുകൾ അടുത്തടുത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നേരെ പോയത് ലാസ്റ്റ് റോഡ് തിരുന്ന സ്ഥലത്താണ്. ഇതൊക്കെ ഉണ്ട്, കാണുന്നില്ലേ മുളയൊക്കെ, നല്ല രസമാണ് അതൊക്കെ കാണാൻ. പിന്നെ ആ ഭാഗത്തൊക്കെ അവിടെ വേറെന്താ പറയുക, കാണാനായിട്ട് 2-3 റിസോർട്ടുകളുണ്ട്. ഇപ്പം ഗസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഈ ഇടയ്ക്ക് ഒരു 2-3 വർഷത്തിനകം വെച്ച് വന്ന കുറച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ആ റോഡ് ഈ തീരുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഈ ബോർഡ് കാണുന്നില്ല, ഈ ബോർഡ് കാണുന്നിടത്ത് അവിടെ തീരും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇച്ചാൻ്റെ കൂട്ടുകാരൻ്റെ ഒരു റിസോർട്ട് കൊച്ചു സ്വർഗം, അവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യക്ക് ഈ പ്ലേസൊക്കെ എന്ന് പറഞ്ഞാൽ പരിചയമാണ്. അവൻ ആദ്യം തന്നെ ചാടി ഇറങ്ങി നേരെ വിട്ട് പോവുകയാണ് കൊച്ചു സ്വർഗത്തോട്ട്. കൊച്ചു സ്വർഗത്തിൻ്റെ ആൾ അപ്പു അവിടെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അവനോട് ആദിയോട് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കുകയാണ്. നൈറ്റ് റൈഡ് ഇറങ്ങിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാണ്, വെറുതെ ഇരുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങിയതാക്കാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവൻ്റെ ഈ റിസോർട്ട് എടുക്കും. ഇതൊരു ചെറിയ റിസോർട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പം ഗസ്റ്റ് വരുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇപ്പം ഗസ്റ്റ് ഇല്ല, ചൂട് സമയമല്ലേ, വേനൽ സമയം വന്നാൽ ഗസ്റ്റ് കുറവായിരിക്കും. എന്തായാലും അവിടെ കാണാൻ ഒരുപാട് ചെടികൾ അവൻ നട്ട് വളർത്തുന്നുണ്ട് കേട്ടോ. ചെടികളും പൂക്കളും കിളികളും അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീടാണ്. വീടെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി കിളിക്കൂട് പോലത്തെ വീട്. അവിടെ ആൾക്കാരൊക്കെ താമസിക്കാനൊക്കെ വരുന്നുണ്ട്, ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. റിസോർട്ടാണ്, ചെറിയ റിസോർട്ടാണ്. പിന്നെ ഈ കാണുന്നൊരു ഏർമാടമാണ്. അവിടെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെക്ക നല്ല അടിപൊളിയായിട്ട് ഈ റിസോർട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അവൻ ഒറ്റയ്ക്ക് നടത്തുന്ന റിസോർട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോരാനുള്ള പ്ലാനാണ്. ഞങ്ങൾ വീണ്ടും തൊട്ടടുത്ത് തന്നെയാണ്. ഇതിനിടയ്ക്ക് കുട്ടൂസിന് വീട്ടിലോട്ട് പോരാൻ തന്നെ തോന്നുന്നില്ല. അവിടെ നിന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അതായത് വീട്ടിലോട്ട് പോകുന്ന റോഡാണ്. അങ്ങനെ ഞങ്ങൾ താഴോട്ട് വെച്ച് പിടിച്ചു. എന്തായാലും ഇന്നത്തെ ഒരു നൈറ്റ് റൈഡ് അവസാനിച്ചു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സ്നേഹം നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ, സീ യു.